വെൽക്കം ബാക്ക് ടു മോം ഓഫ് സുഹാൻ. അപ്പോൾ വീണ്ടും ഒരു ബിഗ് ബോസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇത് ഫീമെയിൽസിൻ്റെ ക്രെഡിബിലിറ്റി ആണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്ന് അഖിൽമാരാരുടെ ലൈവ് കാണാൻ ഇടയായി. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഫിലിമിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെങ്കിൽ ഫിലിമിൽ അഭിനയിക്കുന്ന എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത്. ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ ആകെ കയ്യിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. 6 സീസൺ, ഇത് 6ാമത്തെ സീസണാണ്. കയ്യിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ആൻഡ് നമുക്ക് എല്ലാവരും ബിഗ് ബോസിലെ പാർട്ടിസിപ്പൻസിന് എല്ലാവരെയും അറിയാം. 3-4 ഫീമെയിൽസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ കാസ്റ്റിംഗ് കൗച്ചും ബിഗ് ബോസിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി സ്മോൾ കമ്മ്യൂണിറ്റി ബിഗ് ബോസ് എന്ന ഷോ. അത് അത്രയും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഖിൽമാരാർ പറയുന്നത് സത്യം ഉണ്ടാവാം, പക്ഷെ അത് എന്താന്നുള്ള മൂപ്പർക്ക് അറിയുന്ന കാര്യങ്ങൾ, ആരാണ് എങ്ങനെയാണെന്നുള്ള പേര് വെളിപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് അതാണ് ആവശ്യം. കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും എഫക്റ്റഡ് ആവും. ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത്രയും പിന്നെ സ്ട്രഗിൾ മീൻസ് അത്രയും ലക്ക് കൊണ്ടാണ് അങ്ങനെ ഒരു ഷോയിൽ ഒരാൾ കയറി ചെല്ലുന്നത്. അപ്പം അതിലുള്ള ഫീമെയിൽസിനെ ആ ഒരു ക്രൈറ്റീരിയ ലിസ്റ്റിലേക്ക് പെടുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഷോ ആണ്. പക്ഷേ ഈ ബിഗ് ബോസ് 6 എന്ന് പറയുന്നത് കുറച്ച് അലമ്പാണ് കമ്പയർ ടു അതർ ഷോസ്. ആൻഡ് സിബിൻ്റെ കേസിൽ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളെയും അങ്ങനത്തെ മെൻ്റൽ ഇഷ്യൂസിലേക്ക് കടത്തി വിടാനുള്ളത് ദാറ്റ് ഇസ് എ വെരി റോങ് തിങ്. അപ്പം ഇതിൻ്റെ ബാക്കിൽ കളിക്കുന്ന ആൾക്കാരുടെ പേര് അഖിൽമാരാർ വെളിപ്പെടുത്തണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പം that's it.